എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. നാളെ എല്ലാരും വരുമോ? കൊണ്ട് കണ്ണുനീരൊക്കെ വറ്റി. നമുക്ക് ട്രിപ്പ് പോകണമെന്ന് എല്ലാവർക്കും കൂടെ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കോമഡി സ്റ്റാർ ആയിരുന്നു സുധി. സുധിയുടെ വൈഫ് രേണു സുധിയെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ എനിക്ക് അവരൊരു വീഡിയോ ആയതുകൊണ്ട്, ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇട്ടത്. പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഒരു 4, 5, 6 ദിവസങ്ങളിൽ നടന്ന കുറച്ച് ഡ്രാമ കണ്ടപ്പോൾ അതില് അവര് ഡിസർവ് ചെയ്യുവാണോ അതോ അവര് ചോദിച്ചു വാങ്ങുവാണോ ഈ നെഗറ്റീവ് ക്രിറ്റിസിസം എന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. തംബ്നെയിലിൽ പറഞ്ഞതുപോലെ തന്നെ ബിഹൈൻഡ് ദ സീൻസ് ഡ്രാമയായിരുന്നോ അതോ ഡ്രാമയാണോ? വീഡിയോ നമുക്കൊരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നാളെ എല്ലാരും വരുമോ? 5-ാം തീയതി വരും. ചടങ്ങുണ്ട് ചോദിച്ചോണ്ട് എന്നെ വന്നപ്പോ തന്നെ എന്നെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. പറയണ്ട, അപ്പൊ തികയത്തില്ല. കുഴപ്പമില്ല, വന്നില്ലേലും ആക്ച്വലി ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു, പക്ഷെ പുറമെ നടിക്കുവാണ്. ആരും വരരുതെന്ന് ഞാൻ പുറമെ പറയാം, പക്ഷെ ആളുടെ ഉദ്ദേശം എല്ലാവരും നാളെ ആ ഒരു ഡെത്ത് ആനിവേഴ്സറി നടക്കുന്ന ആ ഒരു സ്ഥലത്ത് എല്ലാ ക്യാമറകളും ഉണ്ടാകണമെന്ന് തന്നെയാണെന്ന് ആ ചിരിയിലുണ്ട്. കുറച്ച് ബിഹൈൻഡ് ദ സീൻസിലേക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു രേണു സുധി. ഞാൻ സുചേട്ടൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കരയില്ലാന്ന്. ഹലോ, ഇന്ന് എൻ്റെ ഒരു പുതിയ വ്ളോഗുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കണ്ണുനീരൊക്കെ വറ്റി വരേണ്ട അവസ്ഥയാണ് 2 വർഷമായിട്ട്. അതെ, വീഡിയോയിൽ തന്നെ നമുക്ക് കാണിക്കാം. ചക്ക അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പുള്ളിക്കാരുടെ ഉദ്ദേശം എന്ന് പുള്ളിക്കാരിക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി നമുക്ക് സീൻ 2 കടന്നാലോ? എന്റെ മരണം വരെ മറക്കാനാവാത്ത. അങ്ങനെ സീൻ 2 സ്റ്റാർട്ട് ചെയ്യുന്നു. സീൻ 2 പറയുന്നു, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കരയത്തില്ല, സുധിച്ചേട്ടന് ഇഷ്ടമല്ലെന്ന്. പക്ഷെ സീൻ 2 എങ്ങനെയാണ്? അവിടെ ചാരി നിൽക്കുന്നു, വിതുമ്പുന്നു, ആക്ഷൻ പറയുന്നു, കട്ട് പറയുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനിയുണ്ട്, വീണ്ടും കാണാം നമുക്ക്. ഇതാണ് സ്നേഹം കേട്ടോ, സത്യമായിട്ട് നീ പറഞ്ഞു. എന്താ പറയേണ്ടത്? ഡെത്ത് ആനിവേഴ്സറി എന്നാണോ, ഡെത്ത് സെലിബ്രേഷൻ എന്നാണോ? കാരണം ഫ്രണ്ട്സ് വരും, ഓക്കെ, ഫ്രണ്ട്സ് വരും, ഫുഡ് കൊടുക്കും, നമ്മളെല്ലാവരും, അതൊക്കെ ഒരു ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് ഒക്കെ നടത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ വെച്ച് കൊടുക്കുന്നു, ഡ്രസ് മാറി വീണ്ടും ഷൂട്ട് തുടങ്ങുന്നു, റീൽസ് എടുക്കുന്നു, എന്തൊക്കെയാ അവിടെ നടത്തിക്കൂട്ടുന്നത്. പോരാതെ കുറച്ചുകൂടി ഉണ്ട്, ഞാനിതൊക്കെ കട്ട് ചെയ്തതാണ്. കാരണം കുമ്പസാരം എനിക്ക് പ്രശ്നമില്ല, നിനക്ക് പ്രശ്നമില്ല, അപ്പൊ അവന് പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഇതെല്ലാം നടക്കുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 2 വർഷം മുമ്പ് മരിച്ച ഒരു വ്യക്തിയുടെ ഡെത്ത് ആനിവേഴ്സറി ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു സീൻ കൂടി കാണാം. കിച്ചു എന്തിയാടാ? കിച്ചു ചടങ്ങായിരുന്നോടാ അവിടെ? ചടങ്ങ് കഴിഞ്ഞോ? ഉച്ച കഴിഞ്ഞ് മഴയില്ലെങ്കിൽ പോരെ? നടക്കട്ടെ. ഇവർക്കൊക്കെ ഒരു ഹായ് പറഞ്ഞേക്ക് എല്ലാവർക്കും. നിന്റെ അനിയൻ ഇവിടെ ഉണ്ട്, അകത്തുണ്ട്, പിന്നെ വിളിക്കാട്ടോ. ആദ്യമേ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചടങ്ങാണോടോ? അവിടെ ചടങ്ങ് തന്നെയായിരുന്നു. കാരണം പല വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ എങ്ങനെയാണ് ചടങ്ങ് നടന്നത്. പക്ഷെ തിരിച്ച് ഇവിടെയാണ് ചോദിക്കേണ്ടത്, ഇവിടെ ചടങ്ങായിരുന്നു അതോ ആഘോഷമായിരുന്നു? അതും ക്യാമറയെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ക്യാമറയെ കാണിച്ചുകൊണ്ട്, ഞാൻ ആ കൊച്ചിനെ വിളിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. ഇതെല്ലാം ഒരു ഷോ ഓഫ് അല്ലേ? നമുക്ക് അടുത്ത സീനിലേക്ക് പോവാം. ഇനിയും ഉണ്ട് കുറച്ചുകൂടി സീൻ. ഉള്ളിലൊരു വേദന ഉണ്ടല്ലേ? നല്ല വിഷമമാണ്. ഇന്നലെ വൈകിട്ട് അങ്ങനെയുള്ള നമുക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണ്. എനിക്ക് ഇന്നലത്തെ പോലെ തന്നെ ഒരു ജൂൺ 5 എന്ന് പറയുന്ന ദിവസം എന്നെ
ഇന്ന് ഏട്ടൻ വേർപെട്ട ദിവസം ഇന്നലത്തെ പോലെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മുംബൈ നാളെ റിലീസാണല്ലോ എല്ലാരും തന്നെ ലാലേട്ടന്റെ പടം ചോട്ടായി മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6 റിലീസ് അല്ലേ. മുംബൈ നാളെ റിലീസാണല്ലോ എല്ലാരും തന്നെ ലാലേട്ടന്റെ പടം നാളെ ജൂൺ 6 റിലീസ് അല്ലേ. ഈ പേക്കൂത്തിനൊക്കെ എന്താ പറയേണ്ടത്? അതിന് പുറകിൽ നിന്ന് കൈയടിക്കുവാണ്. തൊട്ട് മുമ്പ് പറഞ്ഞതാണ്, ഞാൻ കഴിഞ്ഞ ദിവസം നടന്നതുപോലെ ഇന്നലെ നടന്നതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ എല്ലാ കാര്യവും തെളിഞ്ഞു നിൽക്കുന്നു. പക്ഷെ അങ്കിലോ അതൊരു ആഘോഷമാക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ ഡാൻസും പാട്ടും ഒക്കെ എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, കാരണം അവർക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഈ കാണിച്ച പേക്കൂത്തിന് ഇവർക്ക് ഒരു ന്യായീകരണം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും തീർന്നിട്ടില്ല. ഇതോ ട്രിപ്പും കൂടി പോകാൻ വേണ്ടി പോവുക. അതും ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുവാണ്, ഉടനെ തന്നെ ട്രിപ്പ് ഉണ്ടാകുന്നുള്ളൂ. നമുക്ക് ട്രിപ്പ് പോകണമെന്ന് എല്ലാവർക്കും കൂടെ പോകാം. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. ട്രിപ്പ് പോവുകയോ സിനിമയിൽ അഭിനയിക്കുകയോ സീരിയലിൽ അഭിനയിക്കുകയോ അതോ ബിഗ് ബോസിൽ പോവുകയോ ഒക്കെ അവരുടെ അഭിനയം. പക്ഷെ അത് കണ്ടോണ്ടിരിക്കുന്ന ആളുകളെ വിട്ടിയാക്കിക്കൊണ്ടാകരുതെന്നേ ഉള്ളൂ. ഇത് വളരെ വളരെ ഒരു മോശമായി പോയി. എന്താ പറയാ, ഒരു ബിലോ ആവറേജ് രീതിയിൽ ഒരു പെർഫോമൻസ് ആയിപ്പോയി. അവരെ സപ്പോർട്ട് ചെയ്തവരെല്ലാരും തന്നെ അവർക്ക് തിരിയേണ്ട ഒരു രീതിയിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അവർക്ക് വേണ്ടതും. എന്തായിരുന്നാലും അവരുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കി കൊടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ബൈ.